നമസ്കാരം, ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 2, 2026 വ്യാഴം. അങ്ങനെ ഇന്ന് നമ്മൾ ഈ ആഴ്ചയിലെ അവസാന ട്രേഡിംഗ് സെഷനിലേക്ക് എൻ്റർ ആവുകയാണ്. നാളെ ഗുഡ് ഫ്രൈഡേ ആയതിനാൽ ഇന്ത്യൻ മാർക്കറ്റിന് അവധിയായിരിക്കും. മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ അതേപടി തന്നെ തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ഇന്നലെ ഇറാന്റെ ഭാഗത്ത് നിന്നും മിനിങ്ങാന്ന് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് വന്ന പ്രസ്താവനകൾ ഏപ്രിൽ ഫൂൾ ആണെന്നുള്ള ട്രോൾ വരികയുണ്ടായി. അതേസമയം വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ട്രംപിന്റെ നിർദ്ദേശത്തെ തുടർന്ന് JD വാൻസ് പാകിസ്ഥാനിലെ മധ്യസ്ഥരുമായിട്ട് ഇറാനുമായിട്ടുള്ള പിൻവാതിൽ ചർച്ചകൾ നടത്തുവാനായിട്ടുള്ള മുൻകൈ എടുക്കുന്നു എന്നുള്ള റിപ്പോർട്ട്സും വരുന്നുണ്ട്. അതേസമയം തന്നെ ട്രംപിന്റെ ഭാഗത്ത് നിന്നും യൂറോപ്യൻ യൂണിയനെതിരെ പുതിയ ഭീഷണി മുഴക്കി. അതായത് ഇറാനെതിരായിട്ടുള്ള US നടപടികളിൽ യൂറോപ്യൻ യൂണിയൻ മാറി നിൽക്കുകയാണെങ്കിൽ തുടർന്ന് ഉക്രൈന് നിലവിൽ US നിന്നും നൽകിക്കൊണ്ടിരിക്കുന്ന ആയുധങ്ങളുടെ സപ്ലൈ നിർത്തലാക്കുമെന്നുള്ള ഭീഷണിയാണ് ട്രംപ് മുഴക്കുകയും ഉണ്ടായത്. ചൊവ്വാഴ്ച രാത്രിയോടുകൂടി ട്രംപിന്റെ ഭാഗത്ത് നിന്നും വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾക്ക് അയവ് വരുമെന്നുള്ള സൂചനകൾ നൽകിയതിനെ തുടർന്ന് ഗ്ലോബൽ മാർക്കറ്റിലുടലെടുത്ത നേട്ടം ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിലും പ്രകടമായിരുന്നു. ശക്തമായ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ ഇന്ത്യൻ മാർക്കറ്റിന് ഇന്നലെ സാധിച്ചെങ്കിലും കഴിഞ്ഞ മാസത്തെ എല്ലാ ട്രേഡിംഗ് സെഷനിലുമുള്ള ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തുകയ്ക്കുള്ള സെല്ലിംഗിന് ശേഷം വീണ്ടും ഇന്നലെ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ 8331.15 കോടി രൂപയ്ക്ക് സെല്ലിംഗ് തുടരുക തന്നെയാണ് ഉണ്ടായത്. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 7171.80 കോടി രൂപയ്ക്ക് ബൈയിങ്ങും തുടരുകയുണ്ടായി. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ പ്രകാരം നിഫ്റ്റിക്ക് 22,800, 22,850 എന്നീ ലെവലുകൾ അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലുകൾക്ക് മുകളിലായിട്ട് നിലനിന്നെങ്കിൽ മാത്രമേ തുടർന്ന് 23,000, 23,200 എന്നീ ലെവലിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം സാധ്യമാവുകയുമുള്ളൂ. ആയതിനാൽ തന്നെ 22,800, 22,850 എന്നീ ലെവലുകൾ ഇന്ന് നിഫ്റ്റിക്ക് മറികടക്കുവാൻ സാധിച്ചില്ലെങ്കിൽ കൺസോളിഡേഷനോട് കൂടിയിട്ടുള്ള റേഞ്ച് ബൗണ്ട് ട്രേഡിംഗിനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവുകയില്ല. എന്നാൽ അതേസമയം 22,500 എന്ന ലെവൽ ഡൗൺ സൈഡിലേക്ക് നിഫ്റ്റിക്ക് ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ആണെങ്കിലും തിങ്കളാഴ്ചത്തെ ലോ ലെവലായ 22,300 എന്ന ലെവൽ നിഫ്റ്റിക്ക് ഡൗൺ സൈഡിലേക്ക് ക്രൂഷ്യൽ സപ്പോർട്ട് ഏരിയ കൂടെ തന്നെയാണ്. ആയതിനാൽ തന്നെ ഈ ലെവൽ ഇന്ന് നിഫ്റ്റി ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ സെല്ലിംഗ് പ്രഷർ വർദ്ധിക്കാനും ഇടയുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ഉണ്ടായത്. ഇന്ന് ഇന്ത്യയിൽ നിന്നും രാവിലെ 10:00 മാർച്ച് മാസത്തെ HSBC മാനുഫാക്ചറിംഗ് PMI ഫൈനൽ ഡേറ്റയുടെ റിലീസ് നടക്കാനുണ്ട്. ഇന്നലെ US നിന്നും വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം പ്രധാനമായും 2 ഇവന്റുകളായിരുന്നു നിലനിന്നിരുന്നത്. അതിൽ ഫെബ്രുവരി മാസത്തെ മന്ത് ഓൺ മന്ത് ബേസിസിലുള്ള റീറ്റെയിൽ സെയിൽസ് ഡേറ്റ മാർക്കറ്റ് ഫോർകാസ്റ്റിനെയൊക്കെ മറികടന്നുകൊണ്ട് തന്നെ 0.6% ഉയർന്ന തോതിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ഉണ്ടായത്. കൂടാതെ മാർച്ച് മാസത്തെ ISM മാനുഫാക്ചറിംഗ് PMI ഡാറ്റയിലും ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് ഫെബ്രുവരിയിലെ 52.4% നിന്നും മാർച്ച് ആയപ്പോൾ 52.7% ഉയർച്ച രേഖപ്പെടുത്തുകയും ചെയ്തു. ഇന്നത്തെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റിൽ രാവിലെ 6 മണിയോടുകൂടി ഓസ്ട്രേലിയയിൽ നിന്നും ഫെബ്രുവരി മാസത്തെ ബാലൻസ് ഓഫ് ട്രേഡ് ഡാറ്റയുടെ റിലീസ് നടക്കാനുണ്ട്. കൂടാതെ ഇന്ത്യൻ സമയം ഇന്ന് രാവിലെ 6:30 US പ്രസിഡന്റ് ട്രംപിന്റെ സ്പീച്ചും വരാനുണ്ട്. ആയതിനാൽ തന്നെ ഗ്ലോബൽ മാർക്കറ്റ് ആകമാനം US പ്രസിഡന്റിന്റെ സ്പീച്ചിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗിലുമാണ്. നിലവിൽ വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ രൂക്ഷമാകുന്ന സാഹചര്യമായതിനാൽ തന്നെ ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ഇന്നലെ US മാർക്കറ്റില് S&P 500-ന് 0.25%, നാസ്ഡാക്കിന് 1.25%-അടുത്തും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. ഡോ ജോൺസ് ഫ്യൂച്ചറും നേട്ടത്തിൽ തന്നെയാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റ് 1.25%-ലേറെയും, ഫ്രാൻസ് മാർക്കറ്റ് 2%-ലേറെയും, ജർമ്മൻ മാർക്കറ്റിന് 2.5%-ലേറെയും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി ഇന്ന് വെളുപ്പിനെ 2:30 വ്യാപാരം അവസാനിപ്പിച്ച ഗിഫ്റ്റ് നിഫ്റ്റിയിൽ നിന്നും ആകെ 32 പോയിന്റുകൾ മാത്രമേ ചോർന്നു പോവുകയും ചെയ്തിട്ടുള്ളൂ. ഇന്ന് രാവിലെ 6:30 US പ്രസിഡന്റ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് വരാൻ പോകുന്ന സ്പീച്ച് ഉള്ളതിനാൽ തന്നെ ഇന്നത്തെ മാർക്കറ്റിന്റെ ഓപ്പണിംഗ് ലെവൽ നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ ട്രംപിന്റെ സ്പീച്ചിന് ശേഷം ഗ്ലോബൽ മാർക്കറ്റിൽ കാര്യങ്ങൾ മാറിമറിയുവാനും സാധ്യതയുണ്ട്. അതേസമയം ജപ്പാൻ മാർക്കറ്റ് 0.5%-യും കൊറിയൻ മാർക്കറ്റ് 0.5%-ലേറെയും നേട്ടത്തോടുകൂടി തന്നെയാണ് നിലവിൽ വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നതും. കൊമോഡിറ്റിയിലേക്ക് വന്നു കഴിയുമ്പോൾ ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ വില 100 എന്ന സൈക്കോളജിക്കൽ ലെവലിന് താഴേക്ക് പോവുകയും ചെയ്തു. ബ്രെന്റ് ക്രൂഡിന്റെ വിലയിൽ 1.44%-ന്റെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 1.89% ഇടിവും അനുഭവപ്പെടുന്നുണ്ട്. ബ്രെന്റ് ക്രൂഡിന്റെ വില $99.70 per ബാരൽ എന്ന
നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $98.14 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗോൾഡിന്റെ വില $4794.18 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. നിഫ്റ്റിയുടെ PCR 0.83 എന്ന നിലയിലും മാക്സ് പെയിൻ 23,000 എന്ന ലെവലിലുമായിട്ടാണ് നിലകൊള്ളുന്നത്. അതേസമയം ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.84 എന്ന നിലയിലും മാക്സ് പെയിൻ 53,000 എന്ന ലെവലിലുമായിട്ടാണ് നിലകൊള്ളുന്നതും. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ ആക്സിസ് ബാങ്ക് ADRന് 4%-ലേറെയും HDFC ബാങ്കിന് ഫ്ലാറ്റ് ആയിട്ടാണെങ്കിലും പോസിറ്റീവ് സെന്റിമെന്റ്സോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായപ്പോൾ ICICI ബാങ്ക് ADRന് 0.69%-ന്റെയും ഇൻഫോസിസ് ADRന് 1.5%-ന്റെയും വിപ്രോ ADRന് 0.5%-നടുത്തും ഡോക്ടർ റെഡ്ഡീസിന് 2.25%-ന്റെയും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ചില സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. BASF ഇന്ത്യ നോബൽ സീഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഏറ്റെടുക്കൽ കമ്പനി പൂർത്തിയാക്കി. MRPL പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് LPG ഉൽപാദനം പ്രതിദിനം 10 ലക്ഷം കിലോഗ്രാമിലധികം വർദ്ധിച്ചു. റിലയൻസ് കമ്മ്യൂണിക്കേഷൻസ് ബാങ്കുകളെ വഞ്ചിച്ചതായി വിശേഷിപ്പിക്കുന്നതിന് എതിരായി അനിൽ അംബാനിയുടെ ഹർജി അടുത്ത ആഴ്ച സുപ്രീം കോടതി പരിഗണിക്കും. മാരുതി സുസുക്കി ഇന്ത്യ വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങളെ തുടർന്ന് കോസ്റ്റിലുണ്ടാകുന്ന വർധനവ് മൂലം വാഹനങ്ങളുടെ വിലവർധനവിനായി കമ്പനി പദ്ധതിയിടുന്നു എന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. LICക്ക് 3,750 കോടി രൂപയുടെ തെറ്റായ നഷ്ടം വരുത്തിവെച്ചതായി ആരോപിച്ചുകൊണ്ട് കമ്പനിയുടെ പരാതിയെ തുടർന്ന് ആർകോമിനും അനിൽ അംബാനിക്കുമെതിരെ CBI പുതിയ കേസ് രജിസ്റ്റർ ചെയ്തു. ഭാരതി എയർടെൽ ഫെബ്രുവരിയിൽ 48.5 ലക്ഷത്തിലധികം പുതിയ ഉപഭോക്താക്കളെ ചേർത്തുകൊണ്ട് തുടർച്ചയായി 3-ാം മാസവും വയർലെസ് സബ്സ്ക്രിപ്ഷൻ വളർച്ചയിൽ കമ്പനി ലീഡ് നിലനിർത്തി. അദാനി പോർട്സ് അദാനി ഹാർബർ സർവീസസിനെ അദാനി പോർട്സുമായി ലയിപ്പിക്കുന്നതിന് അഹമ്മദാബാദിലെ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ ബെഞ്ച് അംഗീകാരം നൽകി. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.